ഫേവറേറ്റ് ആയിട്ടുള്ള മൂമെന്റ്സ് ഏതായിരിക്കും ഇവരുടെ രണ്ടാളുടെയും കൂടെ ഉള്ള? എല്ലാ മൊമെന്റ്സും ഐ മീൻ ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പോൾ എത്ര സമയം എനിക്ക് എൻ്റെ അച്ഛനമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സമയം എന്ന് പറഞ്ഞാൽ അവർ ഇവിടെയാണ്, ഇപ്പോൾ കേരളത്തിലാണ് കൂടുതൽ നിൽക്കുന്നത്. പിന്നെ എൻ്റെ ചേട്ടനുണ്ട്, ശരത്തേട്ടൻ ലണ്ടനിലാണ്. ചേട്ടൻ സയൻറ്റിസ്റ്റ് ആണ്, അപ്പോൾ ഹീസ് ഇൻ ലണ്ടൻ. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ബെസ്റ്റ് ഫേസ് ആണ് ലൈഫിൻ്റെ. എൻ്റെ അമ്മ VRS എടുത്തതാണ്. സോ അത് കാരണം അവർ രണ്ടുപേരും ഇപ്പോൾ കുറച്ചു നേരം മാക്സിമം ടൈം ഇവിടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ദേ വിൽ കം ടു മീ സ്റ്റേ വിത്ത് മീ ഇൻ മുംബൈ. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ അവിടെ പോവും. ചേട്ടൻ ഒരു കുട്ടിയുണ്ട്, അപ്പോൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലൈക്ക് യു ആർ ദേർ യുനോ. സോ ഇപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ച സംഭവം എന്ന് പറഞ്ഞാൽ മാക്സിമം ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നാണ്. ബോംബെയിൽ പോകുമ്പോൾ അവരുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെയാണ്. ഇപ്പൊ അവര് ബോംബെയിൽ പോയിട്ടുണ്ട്, ലൈക്ക് റീസെന്റ് അവിടെ കുറച്ച് ദിവസം മുമ്പ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നാളെ അവിടെ അങ്ങോട്ടേക്ക് പോകും. ഏറ്റവും വലിയ പേടി എന്തായിരിക്കും? പേടി, ഞാൻ ആക്ച്വലി ക്ലോസ്ട്രോഫോബിക് ആണ്. എനിക്ക് ഈ ലിഫ്റ്റ് ഒക്കെ ഭയങ്കര പേടിയാണ്. അപ്പൊ ഈ ലിഫ്റ്റിൽ പോകുമ്പോ എന്റെ കൂടെ ആൾക്കാർ കുറച്ചുണ്ടാവും. അതെ, അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് പൊട്ടിപ്പോയാ എന്ത് ചെയ്യും? അയ്യോ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ആക്ച്വലി മൈഗ്രെയിൻ, ഞാൻ ഈ ഗ്ലാസ് പോലും ആക്ച്വലി ഇപ്പൊ ഇട്ട് ഇരിക്കുന്നത് കാരണം എനിക്ക് മൈഗ്രെയിന്റെ സിവിയർ ഇഷ്യൂ ഉണ്ട്. അപ്പോ ഈ ലൈറ്റ് ഒക്കെ വരുമ്പോ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഒരു മ്യൂസീഷ്യന് ആക്ച്വലി ഇതൊക്കെ ഓക്കെ ആയിരിക്കണം, പക്ഷെ ലൈറ്റും സൗണ്ടാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. അപ്പോ അതാണ് ഈ മൈഗ്രെയിൻ ആണ് സീൻ. ഈ അത് കാരണം ഞാൻ MRI ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഞാൻ കൊറേ ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ കൊറേ പ്രാവശ്യം ട്രൈ ചെയ്ത്. എന്റെ ഫ്രണ്ട്സും എല്ലാം വന്നിട്ടുണ്ട് എന്നെ അകത്ത് കയറ്റാൻ വേണ്ടി. ഞാൻ ഓപ്പൺ MRI എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് മൈഗ്രെയിൻ പ്രശ്നം കാരണം MRI ചെയ്യണ്ടേ. അപ്പോ എനിക്കറിയാം ഇത് മൈഗ്രെയിൻ ആണെന്ന്, പക്ഷെ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്റെ അമ്മയ്ക്ക് ഹെറിഡിറ്ററി സംഭവമാണ് ആക്ച്വലി. ബേസിക്കലി അമ്മയ്ക്കും ഉണ്ട്, സെയിം സിംറ്റംസ് ഒക്കെയാണ് എനിക്കും. അപ്പോൾ ഡോക്ടറിന്റെ ഫസ്റ്റ് സമയം പറഞ്ഞാൽ ഡോക്ടർ പറയും ഡു MRI ആൻഡ് കം. പക്ഷെ MRI പറ്റില്ല. ഞാൻ ഓപ്പൺ MRI ശ്രമിച്ചു, ഒയ്യോ പറ്റില്ല. അതിന് മാറിയില്ല എന്ന് തോന്നുന്നു. മീൻസ് MRIയില് ഇരുട്ടിനെ പേടിയാണ്, അല്ലെങ്കിൽ അത് അകത്ത് പോകുന്നില്ലേ? അകത്ത് പോകുന്ന പേടിയാണ്. ഭയങ്കര പേടിയാ. ഇരുട്ടിന് പേടിയുണ്ടോ ശരിക്കും? ഇരുട്ട് പേടിയില്ല, ഇപ്പൊ ഇവിടെ ലൈറ്റ് ഒക്കെ ഓഫ് ആയി അങ്ങനെ പേടിയില്ല. പക്ഷേ ലിഫ്റ്റിൽ സ്റ്റക്ക് ആയാൽ ചിലപ്പോൾ പാനിക് ആവും. വലിയ ബിൽഡിങ്ങിന്റെ മണ്ട കയറുമ്പോ അങ്ങനെയൊക്കെ പേടിയുണ്ടോ? ബിൽഡിങ്ങിന്റെ അങ്ങനെ ഇല്ല. ഫ്ലൈറ്റിലൊക്കെ കയറാൻ പേടിയില്ല? അപ്പൊ ഫ്ലൈറ്റില് പേടിയില്ല. ഇല്ല, ഫ്ലൈറ്റ് യൂസ് ടു ആയി. ഫ്ലൈറ്റിൽ അങ്ങനെ പേടിയില്ല. ഫ്ലൈറ്റിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കുറെ ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് ലിഫ്റ്റിലും അവിടെ ഒന്നും പോകാൻ പറ്റില്ല. പേടിയാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് പിന്നെ ആൾക്കാർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പേടിയൊക്കെ ആയിരിക്കും. ലിഫ്റ്റ് സ്റ്റക്ക് ആയിട്ടില്ല. അങ്ങനെ സംഭവിച്ച എന്ത് ചെയ്യും എനിക്കറിയില്ല. അപ്പോഴേ മനസ്സിലാവുള്ളൂ. ചിലപ്പോ അറ്റാക്ക് പറ്റുമായിരിക്കും, അറിയില്ല. അയ്യോ അങ്ങനൊന്നും പറയില്ലേ. ഇപ്പൊ നമുക്ക് ഗോവിന്ദേട്ടന്റെ അവസരമൊക്കെ ചോദിച്ചു, ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടോ നേരിട്ട് ഇത്രയും? പിന്നെ എപ്പോഴും ചോദിക്കും, എല്ലാ ദിവസവും ഒരു മടിയില്ലാണ്ട് ഞാൻ ചോദിക്കും, ചേട്ടാ എപ്പോഴാണ് പാട്ട് വരൂടാ നിക്ക്. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പടങ്ങളൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോ കുമ്പളങ്ങി നൈറ്റ്സ് ഫോർ എക്സാമ്പിൾ, ഒരു നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അപ്പൊ പക്ഷെ അതിന്റെ പടത്തിന്റെ ഒരു മൂഡ് എന്ന് പറയുമ്പോ ഒരു വേറെ ആണല്ലോ കുമ്പളങ്ങിൽ നടക്കുന്ന ഒരു. അപ്പൊ അതില് സൂരജേട്ടന്റെ ശബ്ദം വരുമ്പോ ആണ് മാച്ച് ആവുന്നത്. അപ്പൊ ഞാൻ പാടുമ്പോൾ അത് കുറച്ചൊരു ട്രെൻഡിയായി മാറും ചിലപ്പോ. ആരും കാണാൻ ഹൃദയ താരമതിൽ ഞാൻ പാടുമ്പോ കുറച്ചൊരു റൊമാൻറ്റിക് വേറൊരു ഫീലാണ് അതിൽ വരുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗോവിന്ദ് ചേട്ടൻ ചെയ്യുന്ന പടങ്ങളും കൂടുതൽ അങ്ങനത്തെ പടങ്ങളാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.